ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ലക്ഷ്മിയമ്മക്ക് മനസ്സിലായി. എന്നിട്ടും അവിടെ കുറ്റിയടിച്ച് നിൽക്കുന്ന മകനെ ലക്ഷ്മിയമ്മ രൂക്ഷമായി നോക്കി. മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ടും ഇപ്പോഴും ഒരു നാണവുമില്ലാതെ നിൽക്കുന്ന അവൻ്റെ മുഖത്തിനിട്ടൊന്ന് കൊടുത്തിട്ട് വിളിച്ചു പോകാനാണ് ലക്ഷ്മിയമ്മക്ക് തോന്നിയത്. സ്ത്രീയാകെ നിരാശയിലാണ്. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി അവളെല്ലാം മറന്ന് അവളുടെ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ അവളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് സ്ത്രീക്ക്. അത് പെട്ടെന്നില്ലാതായപ്പോൾ ആകെ ഒരു നിരാശ. അവൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ ഇരുന്നു. മാഹി അവൻ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട്. സ്ത്രീക്ക് മീരയോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് മഹിക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്തോ അവന് വീണ്ടും ഒരു അവസരം കൊടുക്കാൻ തോന്നുന്നില്ല. ശ്രീകുട്ടാ വാ പോകാം. സ്ത്രീ അനങ്ങുന്നില്ലെന്ന് കണ്ട് സ്വരം കടുപ്പിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാവണം സി ഒരക്ഷരം മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി. അമ്മയും മകനും മഹിയോടോ അമ്മയോടോ ഒരു വാക്കുപോലും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി. മീരയുടെ വിവാഹത്തെ പറ്റി നീ ചിന്തിച്ച് തുടങ്ങണം മഹി, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ കയറിറങ്ങിക്കൊണ്ടേയിരിക്കും. കോടതിയിൽ വെച്ച് ആ ഹരിയുടെ അമ്മാവൻ പറഞ്ഞത് ഓർമ്മയുണ്ട് നിനക്ക്? എന്തെങ്കിലും എല്ലാം മറക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാൽ വിളിക്കണമെന്ന്. അവൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന്. എനിക്കെന്തോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടൊരു ഭയം. കേട്ടെടുത്തോളം ഈ രണ്ടുപേരും മാത്രം നല്ലവരല്ല. മീനാക്ഷിയമ്മ എങ്ങും തൊടാതെ തൻ്റെ മനസ്സിൽ ആശങ്ക പ്രകടിപ്പിച്ചു. മഹിക്കത് മനസ്സിലാവുകയും ചെയ്തു. ഏതോ രണ്ടുപേരെ ഭയന്ന് മകൾ എടിപിടിന്ന് വിവാഹം കഴിപ്പിച്ചയക്കാൻ മഹിക്ക് താല്പര്യമില്ല. എങ്കിലും മീരയുടെ വിവാഹം അയാളും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. സർവാഭരണ വിഭൂഷിതയായി നാടറിഞ്ഞ് തൻ്റെ മകൾ മറ്റൊരാൾക്ക് തൻ്റെ ജീവിതം പങ്കിട്ട് കൊടുക്കുന്ന ആ ദിനം മഹിയും ഭാവനയിൽ കണ്ടു തുടങ്ങിയിരുന്നു. ഏതൊരച്ഛൻ്റെയും വലിയൊരു സ്വപ്നമാണ് കല്യാണം, ഏറ്റവും സന്തോഷമുള്ള കാര്യം. പക്ഷേ മകളെ പിരിയുക എന്നത് അതിനേക്കാൾ വേദനയുള്ള കാര്യവും. അവളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുമ്പോൾ അടുത്ത നിമിഷം അവളെ പിരിയുന്നതോർത്തുള്ള സങ്കടം അയാളെ വന്ന് പൊതിയും. അവിടെ അയാൾ തികച്ച് സ്വാർത്ഥനായി പോകും. വിവാഹം നടത്തണമെന്ന് ചിന്തിക്കുന്ന മാഹി തന്നെ ഇപ്പം അത് വേണമെന്ന് ചിന്തിച്ചു പോകും. ചിന്തകൾ മനസ്സിനെ വിഷമിപ്പിച്ചപ്പോൾ തീർത്തും വിഷമിച്ചൊരു ചിരി അമ്മക്ക് നൽകി മാഹി. നീ എന്താ ഒന്നും മിണ്ടാത്തേ? മീനാക്ഷിയമ്മ തിരക്കി. മാഹി ഒന്നും മിണ്ടിയില്ല. നിനക്ക് നിന്റെ മോളെ പറഞ്ഞേക്കാൻ വയ്യ, അതല്ലേ കാര്യം? മീനാക്ഷിയമ്മ ചെറിയൊരു ചിരിയോടെ തിരക്കി. മഹി അമ്മയെ വെറുതെ നോക്കിയതേ ഉള്ളൂ, മറുപടി കൊടുത്തില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ അച്ഛനമ്മമാരും പെൺമക്കളെ വളർത്തുന്നത്. കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരും. അവസാനം ഒരു പ്രായം എത്തുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ മറ്റൊരു വീട്ടിലേക്ക് അയക്കും. എൻ്റെ അച്ഛൻ്റെ ഒറ്റ മോളാ ഞാൻ, അവർക്ക് കാത്തിരുന്ന് കിട്ടിയ മോള്. എൻ്റെ അച്ഛനും അമ്മയും മനസ്സില്ലാ മനസ്സോടെയാ എന്നെ നിൻ്റെ അച്ഛൻ്റെ ഒപ്പം അയച്ചത്. മരിക്കുന്നത് വരെ അവരൊറ്റക്കായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അമ്മക്ക് അച്ഛനും. നമ്മൾ തനിച്ചായി പോകുമെന്ന് കരുതി മക്കളെ പിടിച്ചു വെച്ചാൽ നാളൊരു കാലത്ത് നമ്മുടെ കാലം കഴിയുമ്പോൾ അവർ തനിച്ചായി പോകും. മനുഷ്യന്മാരുടെ കാര്യ. നാളെ ഞാനും നീയും ഉണ്ടാവും എന്താ ഉറപ്പ്? അതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത്രയും പറഞ്ഞു തീർത്ത് മീനാക്ഷിയമ്മ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അതോടെ മാഹി കാര്യമായ ആലോചനയിലായി. ഹരി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടു കേൾക്കുന്നത്. ഹരി! ഒപ്പം നന്ദൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഹരി ഷവറിൻ്റെ വാൽവ് പിടിച്ച് തിരിച്ച് ഓഫാക്കി. എന്താ മാവ? നെറ്റിയിലൂടെ കണ്ണിലേക്ക് ഒഴുകിയിറങ്ങിയ വെള്ളം കൈകൊണ്ട് വടിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേ. നന്ദൻ ധൃതിപ്പെട്ടതും അവൻ കാര്യം തിരക്കി. നന്ദനൊന്നും മിണ്ടാതെയായതും അവൻ കൂളി പെട്ടെന്നാക്കി. ധൃതിയിൽ തലയും തോർത്തി അവൻ ഇറങ്ങിച്ചെന്നു. നീ പെട്ടെന്ന് ഡ്രസ് ചെയ്യൂ, അവനെ കാത്തിരുന്ന നന്ദൻ പറഞ്ഞു. എന്താ മാവ, കാര്യം പറയേ? അവൻ ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നതിനിടയിൽ ചോദിച്ചു. അവൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുടി ചീകുന്നത് കണ്ട് നന്ദൻ ദീർഘമായെന്ന് നിശ്വസിച്ചു. നിന്റെ അച്ഛൻ ഇന്ന് രാവിലെ മരിച്ചു, അറ്റാക്കായിരുന്നു, നന്ദൻ പറഞ്ഞു. മുടി ചീകിക്കൊണ്ടിരുന്ന ഹരിയുടെ കരങ്ങൾ കുറച്ചു നേരത്തേക്ക് നിശ്ചലമായി. 1-2 നിമിഷങ്ങൾക്ക് ശേഷം അത് പഴയപടിയായി. അങ്ങനൊരു കാര്യം കേട്ട ഭാവം പോലും ഇല്ല അവന്. കുറ്റം സ്വയം ഏറ്റു പറഞ്ഞതുകൊണ്ട് കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. കുറേ മാസങ്ങളായി ജയിലിലായിരുന്നു. ഇന്ന് രാവിലെ ഒരു നെഞ്ചുവേദന വന്നതാണ്. ആളപ്പം തന്നെ പോയി. അയാളുടെ അനിയൻ ബോഡി ഏറ്റെടുത്ത് കർമ്മങ്ങളൊക്കെ ചെയ്തത്ര. ഇപ്പം എന്നെ വിളിച്ചിരുന്നു. അവസാനമായിട്ട് നിനക്കൊന്ന് കാണണ്ടേന്ന് ചോദിച്ചു. നമുക്കൊന്ന് പോയിട്ട് വരാം. അത്ര താല്പര്യത്തോടല്ലെങ്കിലും നന്ദൻ പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അയാൾ മരിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു കൊലപാതകയായി പോയനെ. കലിയോടെ പറഞ്ഞുകൊണ്ട് ഹരി മുഖം പിടിച്ചു. അപ്പം നിനക്ക് കാണണ്ടേ?
നന്ദൻ എടുത്തു ചോദിച്ചു. വേണ്ട, അവൻ തീർത്ത് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ദേവന്റെ ചേതനയേറ്റ ശരീരം അഗ്നിക്കിരിയാക്കുന്നത് കാണാൻ ഹാരി മാത്രം വന്നില്ല. ദേവന്റെ അനുജനും മകനും കൂടി പോയാണ് ബോഡി ഏറ്റുവാങ്ങിയതും ചടങ്ങുകൾ നിർവഹിച്ചതും. ചിതക്ക് തീ കൊളുത്താൻ ഹരി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. വല്ലെന്നുറപ്പായതോടെ കർമ്മങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു. ജയിലിലേക്ക് പോകും മുന്നേ തൻ്റെ സർവ്വസ്വത്തുക്കളും ഹരിയുടെ പേരിലാക്കിയ ഡോക്യുമെന്റ്സ് ദേവൻ അനുജൻ ജയദേവനെ ഏൽപ്പിച്ചിരുന്നു. ജ്യേഷ്ഠന്റെ ശരീരം ചാരമായി കഴിഞ്ഞപ്പോൾ തന്നെ ഇനിയൊരു ഭാരവും ചുമക്കാൻ താല്പര്യപ്പെടാതെ അവൻ ആ ഡോക്യുമെന്റുമായി ഹരിയെ കാണാൻ പുറപ്പെട്ടു. മുൻകൂട്ടി അനുവാദം വാങ്ങാത്തതിനാൽ സെക്യൂരിറ്റി അവരെ തടഞ്ഞു. വന്നിരിക്കുന്നത് ജയദേവൻ മകൻ നിശാന്തുമാണെന്ന് അറിഞ്ഞപ്പോൾ നന്ദൻ അവരകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. അകത്തേക്ക് വന്നപ്പോൾ തന്നെ നന്ദൻ വിവരം തിരക്കി. നന്ദനെ കണ്ട് ജയദേവനൊന്നും ഞെട്ടാതിരുന്നില്ല. അത് നീലിമയുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അയാൾക്ക്. വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ ഹരിയെ കാണാൻ നന്ദൻ അനുമതി നൽകി. കുറച്ചു നേരം കാത്തിരുന്നപ്പോഴേക്കും ഹരി വന്നു. അവർക്ക് മുന്നിലൊരു അപരിചിതനെ പോലെ അവനിരുന്നു. മോനെ ഹരി, ജയദേവൻ സ്നേഹത്തോടെ വിളിച്ചു. ഹരി തലയുറ്റി നോക്കാതെ പേപ്പർ വെയിറ്റ് കയ്യിലെടുത്ത് കറക്കിക്കൊണ്ടിരുന്നു. ജയദേവൻ നിശാന്തിനെ ഒന്ന് നോക്കി. ഹരി, നിന്റെ അച്ഛൻ ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങളെന്ത് പിഴച്ചു? അയാൾ ചെയ്തു കൂട്ടിയതിന് നിനക്കെന്തിനാ ഞങ്ങളോട് വിരോധവും? നിന്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. നിർത്ത്! നിന്റെ അച്ഛൻ ആ പ്രയോഗം ഇനി വേണ്ട. അയാൾ എൻ്റെ അച്ഛനല്ല. ഹരി ഗൗരവത്തോടെ പറഞ്ഞു. ജയദേവൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ വന്ന കാര്യം പറയും. ഹരിയുടെ പെരുമാറ്റത്തിൽ സങ്കടം തോന്നിയ നിശാന്ത് വരുത്തി തീർത്ത ചിരിയോടെ ജയദേവനോട് പറഞ്ഞു. ഹരി, ഞങ്ങളിത് നിന്നെ ഏൽപ്പിക്കാനാ വന്നത്. നിന്റെ അച്ഛൻ മരിക്കും മുന്നേ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നതാ എൻ്റെ കയ്യിൽ. നിന്റെ അച്ഛൻ്റെ ഒരു ആയുസിൻ്റെ സമ്പാദ്യമാണ്, വാങ്ങിക്കാതിരിക്കരുത്. നിന്റെ അച്ഛൻ്റെ ക്ഷമാപണമായിട്ട് കണ്ട് നീ അത് സ്വീകരിക്കണം. ജയദേവൻ സങ്കടത്തോടെ കയ്യിലിരുന്ന ഡോക്യുമെന്റ്സ് ഹരിക്ക് നേരെ നീട്ടി. ഹരി ഇതാക്ഷണം കൈനീട്ടി വാങ്ങി. അവനത് വാങ്ങില്ലെന്ന് കരുതിയ നന്ദനും ഒരു നിമിഷം അന്താളിച്ചു പോയി. നിശാന്തും ഏകദേശം അങ്ങനെ തന്നെ. ജയദേവൻ തെളിഞ്ഞ മുഖത്തോടെ അവനത് കൈമാറി. ശത്രുക്കളാണെന്ന് വെച്ച് തള്ളിക്കളഞ്ഞേക്കല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അച്ഛൻ്റെ അനിയനാണെന്നുള്ള ബന്ധം കൊണ്ടല്ല. ഇത്രയും കാലം ഒരു കുടുംബം എന്ന സ്നേഹത്തോടെ ജീവിച്ചതല്ലേ. ആ ബന്ധത്തിലെങ്കിലും നിനക്ക് വരാം, വിളിക്കാം, സംസാരിക്കാം. തെറ്റ് ചെയ്തവൻ അയാളാണ്. ശത്രുതയും അയാളോട് പോരെയെന്നെന്താ? ഇവൻ ഒരിക്കലും ഞങ്ങളെ തേടി വരില്ല. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഞങ്ങൾ അവന് ശത്രുക്കളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, ഞങ്ങൾ ഇറങ്ങുന്നു. നന്ദനെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ജയദേവൻ എഴുന്നേറ്റു. പിന്നാലെ നിശാന്തും. ഞാൻ കരുതിയത് നീ ഇത് വാങ്ങില്ലെന്നാണ്. അവർ കടന്നു പോയത് നന്ദൻ പറഞ്ഞു. ഞാനെന്തിനു വാങ്ങാതിരിക്കണം? ലീഗലി അയാൾക്ക് ഒരു മകനല്ലേ ഉള്ളൂ, അത് ഞാനല്ലേ. അപ്പോൾ ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ, പിന്നെ ഞാനെന്തിനു വെറുതെ കളയണം? ഹരിയുടെ ചോദ്യം കേട്ടപ്പോൾ നന്ദൻ അറിയാതെ ചിരിച്ചുപോയി. അച്ഛനോട് മാത്രമേ ശത്രുതയുള്ളൂ, അച്ഛൻ്റെ സ്വത്തിനോടും ഇല്ലല്ലേ? നന്ദൻ കളിയാക്കി. ഹരിയാളെ സൂക്ഷിച്ചു നോക്കി. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? എവിടെ നിറങ്ങിയാലും എനിക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ എനിക്കിത് വേണം. ഹരി പറഞ്ഞു. അത് ശരിയാണെന്ന് നന്ദനും തോന്നി. ഇനിയെങ്കിലും ഒന്ന് നന്നാവണം മോനെ. നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തെപ്പറ്റി ചിന്തിച്ച് തുടങ്ങണം. നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു കുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരും. അതോടെ എല്ലാം ശരിയാവും. നന്ദൻ ഉപദേശിച്ചു. വേണ്ട, അത് മാത്രം വേണ്ട മാവ. മീരയെ കിട്ടിയില്ലെങ്കിലും അവളെ മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. കേട്ടുന്നെങ്കിൽ അവളെ, അല്ലെങ്കിൽ മരണം വരെ തനിച്ച് ജീവിക്കും. ഹരി തന്നെ തീരുമാനവും പറഞ്ഞു. എന്തൊക്കെയോ പറയാൻ കരുതി നിന്നതാണെങ്കിലും അവൻ്റെ തീരുമാനം കേട്ടപ്പോൾ പിന്നൊന്നും പറയാതെ നന്ദൻ എണീറ്റ് പോയി. അതോടെ ഹരിയുടെ ചിന്തകൾ മീരയെക്കുറിച്ചായി. പ്രതിഫലനം എന്നോണം അവൻ്റെ മുഖത്തും തെളിഞ്ഞു ഒരസൽ പുഞ്ചിരി. ഇന്ന് മഹിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. മാസങ്ങളുടെ അലച്ചിലിനൊടുവിൽ വരലക്ഷ്മി എന്ന ഭാരം 25 വർഷങ്ങൾക്ക് ശേഷം ചുമലിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ മഹിക്കൊന്ന് അലറി കൂവാൻ തോന്നിപ്പോയി. ഇനിയൊരു ഒപ്പുകൂടി, അതിൽ തീരും വരലക്ഷ്മിയുമായുള്ള എല്ലാ ബന്ധവും. ഡിവോഴ്സ് ഒഴിവാക്കാൻ തന്നാലാവും പോലെ വരലക്ഷ്മി ശ്രമിച്ചു നോക്കി. എന്നാലും കൂടെ ജീവിക്കില്ലെന്ന് വാശി പിടിച്ച കൂടെ ജീവിച്ചേ പറ്റുമെന്നൊന്നും നിയമമില്ലല്ലോ. തൻ്റെ പ്രതീക്ഷ തെറ്റിയതിൻ്റെ അരിശം മൊത്തം വരലക്ഷ്മി തീർത്തത് ഒപ്പിടാൻ തന്ന പേനയോടാണ്. ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട് പരസ്പര ബന്ധം ഏർപ്പെടുത്തിയ ശേഷം വരലക്ഷ്മിയെ മഹിയൊന്ന് നോക്കി. മനുഷ്യനെ ദഹിപ്പിക്കാൻ പാകത്തിലൊരു നോട്ടം.
മീരെ എടുത്ത് ചാടി ഇങ്ങനൊന്ന് തീരുമാനിക്കണമായിരുന്നു നിന്റെ അച്ഛന്. ഡിവോഴ്സിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നീരജ മീരയെ വിളിച്ചു നോക്കി. അവരമ്മയും മകളും ഓരോന്നൊക്കെ സംസാരിക്കുന്നിടയിൽ മഹിയുടെ കാര്യവും ചർച്ചാ വിഷയമായി. വാശി പിടിച്ച് സ്വന്താക്കി എന്നോട് വെച്ചാൽ ആ സ്ത്രീ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ അച്ഛനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ആയുസിൻ്റെ നല്ലൊരു ഭാഗം എന്തെങ്കിലും നിന്റെ അച്ഛനെ അവരെ സ്നേഹിക്കുന്നോർത്ത് പാഴാക്കി കളഞ്ഞില്ലേ അവർ? അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ടല്ലേ ഇട്ടിട്ട് പോകാൻ അവർക്ക് തോന്നാതിരുന്നത്? അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നിന്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ചില ശരിക്കേടുകളുണ്ട്. ഞാൻ മറ്റൊരു ജീവിതം തുടങ്ങി, അതിലൊരു കുഞ്ഞും ജനിച്ചു. എല്ലാം മറന്നു കളഞ്ഞ് പങ്കാളിയെ വേദനിപ്പിക്കാതെ പുതിയൊരു ജീവിതം തുടങ്ങാൻ തനിക്ക് സാധിച്ചില്ലേ? നിന്റെ അച്ഛനെ എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല? നീരജ ചോദിച്ചു. ഉടുപ്പ് മാറുന്നത് പോലെ പെണ്ണിനെ മാറ്റാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരുവളെ ഉണ്ടായിരുന്നുള്ളൂ. അവളെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോയത് എൻ്റെ ഗതികേട്. പക്ഷേ സ്നേഹിച്ച പെണ്ണിന് പകരക്കാരിയായി താലി കെട്ടിയവളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനി എൻ്റെ കഴിവുകേടാണെങ്കിൽ അതെ, ഞാൻ കഴിവുകെട്ടവനാണ്. മറ്റുള്ളവരെ പോലെ എല്ലാം മറന്ന് കഴിയാനുള്ള അനുഗ്രഹമൊന്നും ദൈവം എനിക്ക് തന്നില്ല. മഹിയുടെ രോക്ഷത്തോടെയുള്ള സംസാരത്തോട് ആ കോള് കട്ടായപ്പോൾ നീരജ ഒന്ന് പതറിപ്പോയി. മഹി ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് നീരജ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മീരതൊക്കെ മഹിക്ക് കേൾപ്പിച്ച് കേൾക്കാറുണ്ടെന്ന വല്ലായ്മ നീരജയ്ക്കുണ്ടായി. മഹിയുടെ വാക്കുകൾ ഓർക്കവേ കുറ്റബോധത്താൽ നീരജ ശ്വാസം മുട്ടുകയായിരുന്നു.